അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളും മികച്ച കലാപരിപാടികളും കൊണ്ട് ഫൊക്കാന ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനവും കലാമേളയും വേറിട്ടതായി. സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും മികച്ച വേദി ഒരുക്കാൻ RVP ആൻഡോ വർഗിക്കും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു. ഇത്തരമൊരു സംഗമം വളരെ വർഷങ്ങൾക്കിടയിൽ ആദ്യമാണെന്ന് ഏവരും അഭിപ്രായപ്പെട്ടു. ഒരു മിനി കൺവെൻഷന്റെ പ്രതീതി ഉളവാക്കുന്നതായിരുന്നു റീജിയണൽ ഉദ്ഘാടന പരിപാടികൾ. ന്യൂയോർക്ക് ടൗൺ ഹൈറ്റ്സിൽ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന്റെ മനോഹരമായ ഓഡിറ്റോറിയത്തിലായിരുന്നു അത്യന്തം ഹൃദ്യമായ പരിപാടി. ചെണ്ടമേളത്തോടെ അതിഥികളെ വരവേറ്റു. സാജൻ മാത്യു ആമുഖ പ്രസംഗം നടത്തുകയും MC ഷൈനി ഷാജനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ ദേശീയ ഗാനം അലീന മാത്യുവും ഇന്ത്യൻ ദേശീയ ഗാനം അഖിൽ വിജയകുമാറും ആലപിച്ചു. സ്വാഗത പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത RVP ആൻഡോ വർഗെ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. റീജിയണൽ തലത്തിലെ ഭാരവാഹികളെ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. റീജിയണൽ തലത്തിലാവുമ്പോൾ എല്ലാവരും സുഹൃത്തുക്കളും എന്നും കാണുന്നവരുമായിരിക്കും. അപ്പോൾ മത്സരം ഒരു കല്ലുകടിയായി കടിക്കും. ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ളവരുമാണ്. എന്നും കാണുന്നവരൊന്നുമല്ല. കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന 6 ഡാൻസ് സ്കൂളുകൾക്കും ഗായകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഓഡിറ്റോറിയം നൽകിയ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന് വികാരി ഫാദർ നൈനാൻറ്റി ഈശോയ്ക്കും നന്ദി പറഞ്ഞു. ഫൊക്കാന പ്രസിഡന്റ് സജിബോൻ ആന്റണി, റോക്ക്ലാൻഡ് ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, റീജിയണൽ വൈസ് പ്രസിഡന്റ് ആൻഡോ വർഗി, ട്രഷറർ ജോയി ചാക്കപ്പൻ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ അപ്പക്കുട്ടൻ പിള്ളൈ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയുടെ പ്രസംഗം സംഘടനയുടെ പ്രവർത്തന രൂപരേഖ വരച്ചു കാട്ടുന്നതായിരുന്നു. ഇലക്ഷൻ സമയത്ത് താനാണ് പറഞ്ഞ ഡ്രീം ഇന്ന് ഫൊക്കാന കുടുംബത്തിന്റെ ഡ്രീം ആണെന്ന് സജിമോൻ പറഞ്ഞു. നല്ലൊരു ഇലക്ഷൻ കഴിഞ്ഞു. ആൻഡോ പറഞ്ഞ പോലെ ഇലക്ഷൻ ആകുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോക്കും. അതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ അവിടെ തീർന്നു. അതിനുശേഷം ഒറ്റ കുടുംബം എന്ന ആശയത്തിൽ അടിയുറച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഫൊക്കാന ജൈത്രയാത്ര തുടരുന്നു. 20ാമത്തെ ടീമിനെ ലീഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് ഇതിലൂടെ കടന്നുപോയ 19 ഡ്രീം ലീഡേഴ്സിനെ ഓർക്കുന്നു, അവരെ നമിക്കുന്നു. സ്റ്റാറ്റസ് ഓഫ് യൂണിയൻ ഓഫ് ഫൊക്കാന ഈസ് ഗ്രേറ്റ്. ഡ്രീമിനോടൊപ്പം പറഞ്ഞ രണ്ടാമത്തെ വാക്കാണ് കുടുംബം. അതോടൊപ്പം കൾച്ചറൽ അഥവാ സംസ്കാരം. നമ്മൾ ഇവിടെ വന്നത് ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനുമാണ്. ഈ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുമാണ്. നമ്മുടെ സംസ്കാരം നിലനിർത്താനാണ് ഫൊക്കാനയെ പോലുള്ള കേന്ദ്ര സംഘടനകൾ. അതോടൊപ്പമുള്ള വാക്കാണ് സർവീസ് അഥവാ സേവനം. നമ്മൾ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്ന വാക്ക്. സംസ്കാരവും സേവനവും എവിടെയുണ്ടോ അവിടെ മറ്റുള്ളവരോടുള്ള ആദരവുണ്ട്. അതിരില്ലാതെ പോകുമ്പോഴാണ് ചിലപ്പോൾ ചില ആളുകൾ ചില കോപ്രായങ്ങൾ കാട്ടി ഏതെങ്കിലും മീഡിയയിലൊക്കെ എഴുതി ഞെളിഞ്ഞിരിക്കുന്നത്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കരുത്. ഫൊക്കാനയിൽ 75 സംഘടനകളുണ്ട്. 8ഓ 10ഓ പുതിയ സംഘടനകളുടെ അപേക്ഷ വരുന്നുണ്ട്. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാവും. ഡ്രീം ടീം 22 പദ്ധതികളുമായി വന്നു. അതിന്റെ എണ്ണം കൂടുന്നു. അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിന്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിന്റെ ടീമുകളാണുള്ളത്. ഫൊക്കാന മെഡിക്കൽ കാർഡ് രാജഗിരിക്ക് പുറമെ പാലാ മെഡിസിറ്റി, ബെലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല എന്നിവയുമായി ധാരണയായി. 2 ഹോസ്പിറ്റൽ കൂടി ശ്രമിക്കുന്നു. മാർത്താണ്ഡം ഹോസ്പിറ്റൽ തിരുവനന്തപുരം, കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ. അത് ഈ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കി താങ്ക്സ് ഗിവിംഗ് സമ്മാനം അല്ലെങ്കിൽ ന്യൂ ഇയർ സമ്മാനമായി തുടങ്ങാമെന്നാണ് ആഗ്രഹം. ഫൊക്കാന മെമ്പേഴ്സിനായി ക്ലബ് കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ജോർജ് മലയിലിന്റെ നേതൃത്വത്തിൽ 10ഓളം IT ലീഡേഴ്സ് അറ്റ്ലന്റയിൽ അതിനായി പ്രവർത്തിക്കുന്നു. അതുവഴി മെമ്പേഴ്സിന് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും. US-ലും കേരളത്തിലും. 3ാമത്തേത് ഫൊക്കാന ഹെൽത്ത് ക്ലിനിക്കാണ്. അതിന് പ്രശ്നങ്ങളുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയാണ് ഇത്. AKMGയുമായി സംസാരിച്ചപ്പോൾ ഇവിടേക്ക് വന്നാൽ വഴക്കാണെന്നായിരുന്നു മറുപടി. അവരില്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ നഴ്സ് പ്രാക്ടീഷണർ, മെഡിക്കൽ പ്രാക്ടീഷണർ, ഡയഗ്നോസിസ് സെന്റർ നടത്തുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ആ ടീം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് സമയം ഫൊക്കാനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ വളരെ നല്ലതായിരിക്കും. എവിടെയൊക്കെയോ സംഘടനകൾക്ക് ഓഫീസുണ്ടോ അവിടെയൊക്കെ ആഴ്ചയിലോ മാസത്തിലോ ഒരു ക്ലിനിക് ചെയ്യാമെന്ന ആശയത്താൽ നാം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കമ്പ്യൂട്ടറിലും മറ്റും നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് ഇൻട്രോവേർട്ടായി
പലർക്കും കമ്മ്യൂണിക്കേഷൻ കഴിവില്ല. അതിനൊരു പരിഹാരമാണെന്ന നിലയിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സുമായി സഹകരിച്ച് ക്ലാസുകൾ ആരംഭിക്കും. ഇപ്പോൾ നമുക്ക് ലീഗൽ ടീമുണ്ട്. ഇനി ഫൊക്കാനയ്ക്കെതിരെ ഒരു കേസ് വന്നാലും ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കേണ്ടി വന്നാലും നമ്മൾ പുറകോട്ട് പോകില്ല. ന്യായത്തിന്റെ കൂടെയാണെങ്കിൽ അതിന് നമ്മുടെ പിന്തുണയുണ്ടായിരിക്കും. അതിനുള്ള ലീഗൽ ടീം ഫൊക്കാനയ്ക്കുണ്ട്. കാരണം ചില കാര്യങ്ങൾ സമയത്ത് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. അതിനി ഈ ടീമിനോ ഇനി വരാൻ പോകുന്ന ടീമിനോ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഫൊക്കാന ഒന്നേ ഉള്ളൂ. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പുറത്ത് നിർത്തണം, സജിമോൻ വ്യക്തമാക്കി. ഡോക്ടർ ആനി പോളിന്റെ സന്ദേശത്തിൽ നേട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന് ഫൊക്കാനയ്ക്കുള്ള കരുത്ത് എടുത്തുകാട്ടി. ഈ സംഘടനയിലൂടെയാണ് താനും രാഷ്ട്രീയ രംഗത്ത് വന്നത്. കൂടുതൽ പേര് അതിനായി മുന്നിട്ടിറങ്ങണം. സജിമോൻ ആന്റണിയും ടീമും 22 പരിപാടിയുടെ എണ്ണം കൂട്ടുന്നുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ബന്ധപ്പെടാനായി ഒരു ഔട്ട്റീച്ച് പേഴ്സണെ നിയോഗിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആരെ ബന്ധപ്പെടണമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള സഹായം ഏറെ പ്രശംസ അർഹിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. ആശംസ അർപ്പിച്ച മുൻ പ്രസിഡന്റും ഫൊക്കാന ഇന്റർനാഷണൽ ചെയറുമായ പോൾ കറുകപ്പള്ളി പോയ കാലങ്ങളും ഭാവിയുടെ പ്രതീക്ഷകളും പങ്കുവച്ചു. താൻ 2 തവണ പ്രസിഡന്റായപ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല. മത്സരമാണ് ഫൊക്കാനയെ ശക്തിപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ മത്സരത്തിന് 68 പേര് വന്നു എന്നും മത്സരമുണ്ടാകും. ആശംസാ പ്രസംഗത്തിൽ ഫിലിപ്പോസ് ഫിലിപ്പ് റീജിയണൽ സമ്മേളനം ഇത്ര വിപുലമായി നടത്തുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി. അതിന് ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഫൊക്കാന ഒന്നേ ഉള്ളൂ. ഫൊക്കാനയുടെ ഗ്രേഡ് മാർക്കും ഫൊക്കാനയുടേതാണ്. അത് മറ്റാർക്കും എടുക്കാനാവില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ലോഗോ ഇപ്പോൾ സ്റ്റേജിലെ ബോർഡിൽ കാണാത്തത്. അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി ഫൊക്കാന എക്കാലത്തും മുൻനിരയിൽ ഉണ്ടാകും. വയനാട് ഉരുൾപൊട്ടൽ സമയത്തും കുവൈറ്റിലെ തീപിടുത്തത്തിലും ഫൊക്കാന സഹായവുമായി എത്തിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 35 വർഷത്തെ സംഘടന പ്രവർത്തന പാരമ്പര്യവുമായാണ് താൻ ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ഫിലിപ്പോസ് ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. ഫൊക്കാന ട്രഷറർ ജോയി ചാക്കപ്പൻ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളൈ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, ഫൊക്കാന കേരള കൺവെൻഷൻ ചെയർ ജോയ് ഈട്ടൻ, ഫൊക്കാനയുടെ പ്രഥമ ട്രഷറർ തോമസ്, മുൻ ജനറൽ സെക്രട്ടറി ടെറസൻ തോമസ്, മത്തായി ചാക്കോ, ജോമോൻ വർഗീസ്, സജി പോത്തൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അലക്സ് എബ്രഹാം, സുനിൽ സാക്ക്, മേരി ഫിലിപ്പ്, മേരിക്കുട്ടി മൈക്കിൾ, കോശി കുരുവിള, ദേവസി പാലാട്ടി, വിമൻസ് ഫോറം സെക്രട്ടറി സുധി ബാബു, വിമൻസ് ഫോറം വൈസ് ചെയർ സരൂപ അനിൽ, ശോശാമ ആൻഡ്രൂസ്, ഉഷ ചാക്കോ, ഉഷ ജോർജ്, കെ ജോൺസൺ, വർഗീസ് ഒലഹന്നാൻ, ഫ്രാൻസിസ് കാരക്കാട്, ഷീല ജോസഫ്, നിരീഷ് ഉമ്മൻ തുടങ്ങി നിരവധി ഫൊക്കാന നേതാക്കൾ പങ്കെടുത്തു. റീജിയണൽ ഭാരവാഹികൾ ആയ ഷൈമി ജേക്കബ്, ലിജോ ജോൺ, സുനിൽ എണ്ണശ്ശേരിൽ, എബ്രഹാം കൈപ്പള്ളിയിൽ, ഇട്ടൂബ് ദേവസ്യ, ജെയിംസ് ഇളപ്പുരയിടത്തിൽ, ജിജി ടോം, മാത്യു ജോസഫ്, ജോർജ് കുഴിയാഞ്ഞാൽ, റോയ് ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഭിലാഷ് പുളിക്കത്തൊട്ടി നന്ദി പറഞ്ഞു. ജാനിയ പീറ്റർ, ബിൽജിൻ വർഗീസ്, കാനഡയിൽ നിന്നെത്തിയ പ്രമുഖ ഗായകൻ അഖിൽ വിജയകുമാർ, ശബരിനാഥ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മയൂര സ്കൂൾ ഓഫ് ആർട്സ്, രാധിക ബെഹലിന്റെ വിദ്യാർത്ഥികൾ, നാട്യമുദ്ര സ്കൂൾ ഓഫ് ഡാൻസ്, സ്വാസ്തിക ഡാൻസ് അക്കാദമി, എൻജെ ടീം എന്നിവർ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. അശ്വതി കൃഷ്ണകുമാറിന്റെ മോഹിനിയാട്ടവും മികച്ചതായി. ഡിന്നറും ഡാൻസുമായി ചടങ്ങുകൾ പര്യവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. താങ്ക്സ് ഗിവിംഗ് ദിന പരേഡ് സമാപിച്ചു. ഹോളിഡേ സീസണ് തുടക്കം കുറിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടനിൽ വ്യാഴാഴ്ച നടന്ന താങ്ക്സ് ഗിവിംഗ് ദിന പരേഡ് മഴയിൽ കുതിർന്നെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല. സെൻട്രൽ പാർക്കിന്റെ പടിഞ്ഞാറ് 77 സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച് പരേഡ് ഏതാണ്ട് 2.5 മൈൽ ദൂരം പിന്നീട് മെയ്സിന്റെ പ്രധാന സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന 34-ാം സ്ട്രീറ്റിലെ ഹെറാൾഡ് സ്ക്വയറിലാണ് സമാപിച്ചത്. മുൻ വർഷങ്ങളേക്കാൾ അരമണിക്കൂർ നേരത്തെ രാവിലെ 8:30-നാണ് പരേഡ് ആരംഭിച്ചത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയായ മെയ്സിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ നടത്തുന്ന പരേഡിന്റെ 98ാമത് പതിപ്പായിരുന്നു ഇത്തവണത്തേത്. സെൻട്രൽ പാർക്കിന്റെ പടിഞ്ഞാറ് 77 സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച് പരേഡ് ഏതാണ്ട് 2.5 മൈൽ ദൂരം പിന്നിട്ട് മെയ്സിന്റെ പ്രധാന സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന 34-ാമത് സ്ട്രീറ്റിലെ ഹെറാൾഡ് സ്ക്വയറിലാണ് സമാപിച്ചത്. മുൻ വർഷങ്ങളേക്കാൾ അരമണിക്കൂർ നേരത്തെ രാവിലെ 8:30-നാണ് പരേഡ് ആരംഭിച്ചത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയായ മെയ്സിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ നടത്തിവരുന്ന പരേഡിന്റെ 98ാം പതിപ്പായിരുന്നു ഇത്തവണത്തേത്. 1924-ലാണ് പരേഡിന് തുടക്കം കുറിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് 1942 മുതൽ 44 വരെ 3 തവണ മാത്രമാണ് പരേഡ് മുടങ്ങിയത്. 6 പുതിയ ബലൂണുകൾ അടക്കം 17 ബലൂണുകൾ, 30-ലേറെ ഫ്ലോട്ടുകൾ, മാർച്ചിംഗ് ബാൻഡുകൾ, ഡാൻസുകൾ, പെർഫോമിംഗ് ഗ്രൂപ്പുകൾ തുടങ്ങിയവ പരേഡിന് കൊഴുപ്പേകി. 1000-ത്തിലധികം പേർ പരേഡിൽ പങ്കെടുത്തു. പതിവ് പോലെ
സാന്റാക്ലോസിനെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് പരേഡ് സമാപിച്ചത്. മഴയുടെ പ്രതികൂല സാഹചര്യത്തിലും പരേഡ് വീക്ഷിക്കാൻ ആയിരങ്ങൾ എത്തിയിരുന്നു. പരേഡ് കടന്നു പോകുന്ന വഴിയിൽ ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എങ്കിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭകാരികൾ പതാകകളും പിടിച്ച് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കി 55-ാം സ്ട്രീറ്റിൽ പരേഡിന് തടസ്സം സൃഷ്ടിച്ചെങ്കിലും ഉടൻ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പരേഡിന് വഴിയൊരുക്കി. ഇത് രണ്ടാം തവണയായി പലസ്തീൻ അനുകൂലവാദികൾ പരേഡ് തടസ്സപ്പെടുത്തുന്നത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലും വ്യാഴാഴ്ച താങ്ക്സ് ഗിവിംഗ് ദിന പരേഡുകൾ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമയുടെ ചാരിറ്റി വർക്കിന് ധനസമാഹരണത്തിനായി റാഫേൽ നറുക്കെടുപ്പ് നടത്തുമെന്ന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അറിയിച്ചു. ഇതാദ്യമായാണ് പുതുമയുള്ള ധനസമാഹരണവുമായി ഫോമ രംഗത്തിറങ്ങുന്നത്. എംപയർ റീജിയന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $100 15,000 ടിക്കറ്റുകളാണ് വിൽക്കുക. ഇതിന്റെ 25% റീജിയനുകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകും. അടുത്ത വർഷം ഒക്ടോബർ 24-ന് നറുക്കെടുപ്പ് നടത്തും. 1ാം സമ്മാനം ടെസ്ല കാർ, 2ാം സമ്മാനം ഇന്ത്യയിലേക്ക് 2 പേർക്ക് ടിക്കറ്റ്, 3ാം സമ്മാനം ലാപ്ടോപ്പ്. സമ്മാനങ്ങൾ കൺവെൻഷനിൽ വെച്ച് നൽകും. $100 15,000 ടിക്കറ്റുകളാണ് വിൽക്കുക. ഇതിന്റെ 25% റീജിയനുകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകും. അടുത്ത വർഷം ഒക്ടോബർ 24-ന് നറുക്കെടുപ്പ് നടക്കും. 1ാം സമ്മാനം ടെസ്ല കാർ, 2ാം സമ്മാനം ഇന്ത്യയിലേക്ക് 2 പേർക്ക് ടിക്കറ്റ്, 3ാം സമ്മാനം ലാപ്ടോപ്പ്. സമ്മാനങ്ങൾ കൺവെൻഷനിൽ വെച്ച് നൽകും. റാഫേലിന്റെ $1,00,000 ടിക്കറ്റ് എംപയർ റീജിയൻ RVP PT തോമസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ബേബി മണക്കുന്നേൽ പറഞ്ഞു. അതിന്റെ 25% റീജിയന് വേണ്ടി ആയിരിക്കും. ഈ പദ്ധതിയിൽ എല്ലാവരും പങ്കുചേർന്ന് ഇത് വൻ വിജയമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പുൻഡാഗ്രാനയിൽ വെച്ച് നടന്ന ഫോമ കൺവെൻഷനിൽ 530ഓളം ഡെലിഗേറ്റ് പങ്കെടുത്തിരുന്നു. ഇലക്ഷനിൽ തങ്ങൾ വിജയിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്ന നിമിഷം മുതൽ ജയിച്ചവരെന്നോ തോറ്റവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായാണ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 16 വർഷക്കാലം ഫോമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിച്ച മഹാരഥന്മാർ പലരും സദസ്സിലുണ്ട്. അവർ സംഘടനയുടെ വിവിധ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ എക്സിക്യൂട്ടീവിന് വരുന്ന 2 വർഷക്കാലം ഏറ്റവും മികച്ച രീതിയിൽ ഫോമയെ നയിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഫോമയുടെ കേരള കൺവെൻഷൻ 2026 ജനുവരിയിൽ നടത്തും. കോവിഡിന് ശേഷം വന്ന 2 കൺവെൻഷനും ഡെസ്റ്റിനേഷൻ കൺവെൻഷൻ ആയിരുന്നു. അതിനാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ലാൻഡ് കൺവെൻഷൻ. ഇത് സഫലമാക്കി 2026 ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ ഹ്യൂസ്റ്റണിൽ കൺവെൻഷൻ നടത്തും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കൗൺസിലും ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കരുത്തുറ്റ വിമൻസ് ഫോറം ദേശീയ തലത്തിൽ രൂപീകരിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സീനിയർ സിറ്റിസൺസ് ക്ലബ്, യൂത്ത് ക്ലബ്, കിഡ്സ് ക്ലബ് എന്നിവ ശക്തിപ്പെടുത്തി ഫോമയെ വളർത്തിയെടുക്കുവാൻ ഓരോ റീജിയന്റെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ 85 സംഘടനകളുള്ള ഫോമ 100 അംഗ സംഘടനയുള്ള പ്രസ്ഥാനമായി വളരണമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മാനദണ്ഡമില്ലാതെ അംഗസംഘടനകളെ എടുക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. 1 വർഷമെങ്കിലും സജീവമായി പ്രവർത്തിക്കുകയും ക്രെഡൻഷ്യൽസ് കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്ത ശേഷമേ ഫോമയിൽ അംഗത്വം നൽകൂ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അമേരിക്കയിലെ പ്രശസ്തമായ സിലിക്കൺ വാലിയിൽ ഉൾപ്പെടുന്ന സാൻ ഹൊസൈൻ സെന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട ഫൊറോന ഫെസ്റ്റ് ഒരു മഹാവിജയമായി പര്യവസാനിച്ചു. ഒക്ടോബർ 19-നായിരുന്നു ഈ ഗംഭീര പരിപാടി നടത്തപ്പെട്ടത്. സെന്റ് മേരീസ് ജ്ഞാനായ ഫൊറോന ചർച്ച്, സാൻ ഹൊസൈ സെന്റ് പോപ്പ് പയസ് ജ്ഞാനായ കാത്തലിക് ചർച്ച്, ലോസ് ഏഞ്ചൽസ്, സെന്റ് ജോൺ പോൾ 11 ജ്ഞാനായ കാത്തലിക് മിഷൻ, സാക്രമെന്റോ എന്നീ ഇടവകകളാണ് ഈ ഫൊറോന ഫെസ്റ്റിന്റെ ഭാഗമായത്. ഒക്ടോബർ 19-നായിരുന്നു ഈ ഗംഭീര പരിപാടി നടത്തപ്പെട്ടത്. സെന്റ് മേരീസ് ജ്ഞാനായ ഫൊറോന ചർച്ച്, സാൻ ഹൊസൈ സെന്റ് പോപ്പ് പൈസ് ജ്ഞാനായ കാത്തലിക് ചർച്ച്, ലോസ് ഏഞ്ചൽസ്, സെന്റ് ജോൺ പോൾ 11 ജ്ഞാനായ കാത്തലിക് മിഷൻ, സാക്രമെന്റോ എന്നീ ഇടവകകളാണ് ഈ ഫൊറോന ഫെസ്റ്റിന്റെ ഭാഗമായത്. ഒക്ടോബർ 19 രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങുകയും ശേഷം സാൻ ഹൊസൈ, ലോസ് ഏഞ്ചൽസ്, സാക്രമെന്റോ എന്നീ ഇടവക അംഗങ്ങൾ നയിച്ച ഫ്ലാഷ് മോബോട് കൂടിയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. വികാരി അച്ഛന്മാരായ ഫാദർ ജെമി പുതുശ്ശേരിൽ സാൻ ഹൊസൈ, ഫാദർ ബിനോയ് നാരമംഗലത്ത് ലോസ് ഏഞ്ചൽസ്, ഫാദർ റെജിമോൻ തണ്ടാശ്ശേരി സാക്രമെന്റോ എന്നിവരാണ് ഈ ഫൊറോന ഫെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഈ മഹോത്സവത്തിന്റെ ജനറൽ കൺവീനർ സാൻ ഹൊസൈയിലെ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ട്രസ്റ്റിയായ ശ്രീ ജോസ് മാമ്പള്ളിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റ് ഇടവകകളിലെ പാരിഷ് സെക്രട്ടറിമാരും കൈക്കാരന്മാരും കോർഡിനേറ്റേഴ്സും ഈ പരിപാടിയുടെ വിജയത്തിനായി സഹായിച്ചു. അമേരിക്കയിലെ ജ്ഞാനായ റീജിയണൽ വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ ആയിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യാതിഥി. പാട്ട്, പ്രസംഗം, ചിത്രരചന, പ്രച്ഛന്നവേഷം, ബൈബിൾ ക്വിസ്,
മാർഗം കളി, പുരാതന പാട്ട്, ബൈബിൾ നാടകം എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരം നടന്നത്. വ്യക്തിഗതവും ഗ്രൂപ്പുമായും മത്സരങ്ങൾ നടത്തപ്പെട്ടു. ഈ മഹോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റ് കരസ്ഥമാക്കി സെന്റ് പോപ്സ് പയസ് ജ്ഞാനായ കാത്തലിക് ചർച്ച്, ലോസ് ഏഞ്ചൽസ് ആണ് ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന പ്രവാസി സംഘടനയാണ് ഫൊക്കാന. അതുകൊണ്ട് തന്നെ ഈ സംഘടന ലോക മലയാളികളുടെ അഭിമാന സ്തംഭമാണെന്ന് നാഷണൽ പ്രസിഡന്റ് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. ഫൊക്കാന മിഡ്വെസ്റ്റ് റീജിയന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഷിക്കാഗോയിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയും സംഘടനയിലെ അംഗങ്ങളും പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും സഹായവും മുറുകെ പിടിച്ചാണ് പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഈ ആശയങ്ങളും ആദർശങ്ങളും തന്നെയാണ് ഫൊക്കാന ഡ്രീം തയ്യാറാക്കിയ കർമ്മ പദ്ധതികൾക്ക് പിന്നിലുള്ളതെന്നും ഡോക്ടർ സജിമോൻ ആന്റണി വ്യക്തമാക്കി. സംഘടനയും സംഘടനയിലെ അംഗങ്ങളും പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും സഹായവും മുറുകെ പിടിച്ചാണ് പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഈ ആശയങ്ങളും ആദർശങ്ങളും തന്നെയാണ് ഫൊക്കാന ഡ്രീം ടീം തയ്യാറാക്കിയ കർമ്മ പദ്ധതികൾക്ക് പിന്നിലുള്ളതെന്നും ഡോക്ടർ സജിമോൻ ആന്റണി വ്യക്തമാക്കി. യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഫൊക്കാന മിഡ്വെസ്റ്റ് റീജിയൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് നായരാണ്. ഹാളിൽ നിറഞ്ഞുകൂടിയ മലയാളി സമൂഹത്തെ ഫൊക്കാനയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്ത സന്തോഷ് നായർ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അമേരിക്കൻ മണ്ണിലെ എല്ലാ മലയാളികളുടെയും സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിനു വേണ്ടി കൈക്കൊണ്ടിട്ടുള്ള ധീരമായ നിലപാടുകളാണ് ഫൊക്കാനയെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടി. സംഘടനയുടെ ചരിത്രത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യപരവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഡോക്ടർ സജിമോൻ ആന്റണി നേതൃത്വം നൽകിയ ഡ്രീം ടീം വിജയം നേടി സംഘടനയെ നയിക്കുവാൻ യോഗ്യതപ്പെട്ടിട്ടുള്ളതെന്നും ഫൊക്കാനയ്ക്ക് പകരം ഫൊക്കാന മാത്രമേ ഉള്ളൂവെന്നും സന്തോഷ് നായർ അഭിപ്രായപ്പെട്ടു. ഇല്ലിനോയ്സ് സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് കെവിൻ ഓലിക്കൽ യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ലോകശക്തിയായി നിലകൊള്ളുന്ന അമേരിക്ക എന്ന രാജ്യം എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശവും തുല്യനീതിയും നൽകുന്നു. ഇത്തരമൊരു രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ അമേരിക്കൻ ജനതയോടൊപ്പം തന്നെ നിർണായക പങ്കുവഹിക്കാൻ പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാൻ ഫൊക്കാന നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ആശംസകൾ രേഖപ്പെടുത്തി. യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സിജു മുടക്കോടിലാണ്. ഫൊക്കാന നാഷണൽ നേതാക്കളെ ഷിക്കാഗോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ തനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ടെന്ന് സ്വാഗത പ്രസംഗികൻ കൂടിയായ ഫൊക്കാന നാഷണൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് വ്യക്തമാക്കി. അമേരിക്കൻ മലയാളികളുടെ ഒത്തൊരുമയുടെ പ്രതീകമാണ് ഫൊക്കാനയെന്നും സംഘടനയുടെ സ്വീകാര്യത അനുദിനം വർദ്ധിച്ചു വരുന്നതിനുള്ള തെളിവാണ് കൂടുതൽ സംഘടനകൾ ഫൊക്കാനയുടെ ഭാഗമാകുന്നത് എന്നതിൽ നിന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രവീൺ തോമസ് തന്റെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തനിക്കും താൻ ഉൾപ്പെടെ ഡ്രീം ടീമിന് വോട്ട് ചെയ്ത് വിജയത്തിലേക്ക് എത്തിച്ച ഷിക്കാഗോയിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രവീൺ തോമസ് തന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ചത്. സംഘടനയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികൾ യോഗത്തിൽ വെച്ച് ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ വിശദീകരിച്ചു. ഫൊക്കാന ഒന്നേ ഉള്ളൂവെന്നും അതിന്റെ യശസ്സിന് കളങ്കം വരുത്തുവാൻ ആരെയും അനുവദിക്കാതെ അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും ും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഡ്രീം ടീം അവതരിപ്പിച്ചിട്ടുള്ളത് മികച്ച പദ്ധതികളാണെന്നും അവ മികച്ച രീതിയിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ടെന്നും വിശദീകരിച്ച ശ്രീകുമാർ ഉണ്ണിത്താൻ എല്ലാ റീജിയനുകളിലെയും മീറ്റിംഗുകളിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നതെന്നും ചൂണ്ടിക്കാട്ടി. സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹെൽത്ത് കാർഡ് പദ്ധതിയുടെയും വരാനിരിക്കുന്ന ഗ്ലോബൽ വില്ലേജ് പദ്ധതിയുടെയും മേന്മകൾ വിശദീകരിച്ചാണ് ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ സതീശൻ നായർ സംസാരിച്ചത്. നർമ്മത്തിലൂന്നിയ സംഭാഷണം കൊണ്ട് സദസ്സിനെ കയ്യിലെടുത്ത് ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസും പുതിയ ഭാരവാഹികൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. മുൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കിഴക്കേക്കുറ്റും യോഗത്തെ അഭിസംബോധന ചെയ്തു. എന്നും ഫൊക്കാനയ്ക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കൂടുതൽ യുവാക്കളെ രംഗത്തേക്ക് കൊണ്ടുവരാനാണ് ഫൊക്കാന നേതൃത്വം ശ്രമിക്കുന്നതെന്നും ഇതിന് എല്ലാ ചെറുപ്പക്കാരുടെയും പിന്തുണ വേണമെന്നും യൂത്ത് റെപ്രസെന്റേറ്റീവ് അരുൺ നായർ അഭ്യർത്ഥിച്ചു. ഫൊക്കാന ദേശീയ നേതൃത്വത്തിന് എന്നും അകമഴിഞ്ഞ പിന്തുണ നൽകുന്ന മിഡ്വെസ്റ്റ് റീജിയന്റെ അകമഴിഞ്ഞ പിന്തുണ ഡ്രീം ടീമിന് വാഗ്ദാനം ചെയ്തും എല്ലാ വിജയാശംസകളും നേർന്നുമാണ് മുൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ ജയ്ബു കുളങ്ങര സംസാരിച്ചത്. പുതിയ ടീമിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഫൊക്കാന പ്രസിഡന്റിന്റെ ശൈലി മാതൃകാപരമാണെന്നും ചൂണ്ടിക്കാട്ടിയും പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും NRI റിപ്പോർട്ട് ചീഫ് എഡിറ്ററുമായ ബിജു കിഴക്കേക്കുറ്റി യോഗത്തിൽ ആശംസകൾ നേർന്നു. അടുത്ത തലമുറയ്ക്ക് നമ്മുടെ നാടിന്റെ പൈതൃകവും സംസ്കാരവും മണ്ണിന്റെ മണവും ഗന്ധവും പകർന്നു നൽകുന്ന ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ ഏവരാലും അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് ഗീതാമണ്ഡലം പ്രസിഡന്റ് ആനന്ദ് പ്രഭാകർ അഭിപ്രായപ്പെട്ടത്. ഫൊക്കാന റീജിയണൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വിമൻസ് ഫോറം എപ്പോഴും ഉണ്ടാകുമെന്ന ഉറപ്പാണ് വിമൻസ് ഫോറം റീജിയണൽ കോർഡിനേറ്റർ സുജ ജോണിന് നൽകാൻ ഉണ്ടായിരുന്നത്.
പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് മുൻ ട്രസ്റ്റി ബോർഡ് അംഗവും മലയാളി അസോസിയേഷൻ ഓഫ് പ്രസിഡന്റും ബ്രദേഴ്സ് ക്ലബിന്റെ മുൻ പ്രസിഡന്റുമായ ടോമി അമ്പനേട്ടും യോഗത്തിൽ സംസാരിച്ചു. ഫൊക്കാനയ്ക്ക് സർവ്വവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നും താൻ സംഘടനയുടെ ഒപ്പമുണ്ടായിരിക്കുമെന്നും ഫൊക്കാന സീനിയർ നേതാവ് ജോർജ് പണിക്കർ അറിയിച്ചു. ഇലക്ഷൻ വരും പോകും, ജയവും തോൽവിയും ഉണ്ടാകും, പക്ഷേ സംഘടനയാണ് വലുതെന്ന് പണിക്കർ പറഞ്ഞു. മികച്ച ടീം വർക്കാണ് ഇപ്പോൾ ഫൊക്കാനയിൽ ഉള്ളതെന്ന് വിമൻസ് ഫോറം നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ സുനിത ചാക്കോ അഭിപ്രായപ്പെട്ടു. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആൽവിൻ ഷുക്കൂർ, കേരള മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ കാവാലയ്ക്കൽ, ഗ്രേറ്റർ ഷിക്കാഗോ മലയാളി അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ജിതേഷ് ചുങ്കത്ത്, അനിൽ കുമാർ പിള്ള, ജോർജ് പണിക്കർ, ബെഞ്ചമിൻ തോമസ്, ഷിക്കാഗോ മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സണ്ണി വള്ളിക്കുളം, വാചകം ചീഫ് എഡിറ്റർ ജോൺ ചെന്നിക്കര തുടങ്ങിയവരും യോഗത്തിൽ പ്രസംഗിച്ചു. റീജിയണൽ ഭാരവാഹികളായ സായി പുല്ലാപ്പള്ളിയിൽ, മനോജ് വഞ്ചിയിൽ, സേവ്യർ ഒറവനക്കുളത്തിൽ, ബോബി വർഗീസ്, ലിനു എം ജോസഫ്, നിരൻ മുണ്ടിയിൽ, ലീല ജോസഫ്, ജോർജ് കുര്യാക്കോസ്, ജോസ് ജോർജ്, ഫെറാൾഡ് ഫിഗാരാദോ, പ്രജിൽ അലക്സാണ്ടർ, അഖിൽ മോഹൻ, ഡോക്ടർ ജോ എം ജോർജ്, ഡോക്ടർ സൂസൻ ചാക്കോ, ബിന്ദു കൃഷ്ണൻ, വിജീത് നായർ, മാറ്റ് വിലങ്ങാട്ടുശ്ശേരി, ഷൈബു കിഴക്കേക്കുറ്റ്, ജോജോ എടക്കര, ജോൺസൺ കരീക്കൽ, ലിസ്റ്റോ മാത്യു, സൈമൺ പള്ളിക്കുന്നിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ നേതൃത്വം കൊടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന്റെ MC-ആയി ജോയിന്റ് സെക്രട്ടറി നിഷ എറിക്കും, കലാപരിപാടികളുടെ MC-ആയി വിമൻസ് ഫോറം റീജിയണൽ സെക്രട്ടറി ഡോക്ടർ സുമിത പണിക്കരും സമ്മേളനം നിയന്ത്രിച്ചു. റീജിയണൽ ട്രഷറർ ബൈജു കണ്ടത്തിൽ സമ്മേളന യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. സമ്മേളനത്തിന് മികവ് പകർന്ന ടീം രംഗീലയും സൗപർണിക കലാക്ഷേത്രവും സെറാഫിൻ ബിനോയും ഐശ്വര്യ സുധീഷും അവതരിപ്പിച്ച പാട്ടും ഡാൻസും കൂടാതെ സിനിമ സീരിയൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സാബു തിരുവല്ല അവതരിപ്പിച്ച സ്റ്റേജ് ഷോയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. മഴയുടെ മാധുര്യത്തിന് കീഴിൽ നൊമ്പരങ്ങളുമായി പുതിയ ഗാനം. പ്രണയത്തിന്റെ സൗന്ദര്യവും ബാല്യകാലത്തിന്റെ നനവുള്ള ഓർമ്മകളും പകർന്നു നൽകുന്ന പുതിയൊരു ഗാനമായ മഴ പോലെ പെയ്തൊരിഷ്ടം മലയാള സംഗീത ലോകത്തിൽ എത്തി. പ്രശസ്ത ഗാനരചയിതാവായ BK ഹരിനാരായണൻ രചിച്ച ഈ മനോഹര ഗാനം സുഷ്മ പ്രവീൺ ആലപിച്ചിരിക്കുന്നു. സംഗീത സംവിധാനം സാജൻ PR നിർവഹിക്കുന്നു. മഴ പോലെ പെയ്തു വീണുള്ളൊരിഷ്ടം
ചേമ്പിലത്തുണ്ടിനുള്ളിൽ മഴ പോലെ പെയ്തുവിനുള്ളൊരിഷ്ടം ഇളവേൽ പുഞ്ചിരിച്ചെത്തിടുമ്പോൾ ഒരു പവൻ മാറ്റിൽ തിളങ്ങുമിഷ്ടം പറയാതെ സൂക്ഷിച്ചു വെച്ചൊരിഷ്ടം കടലായി മെല്ലെ കവിഞ്ഞൊരിഷ്ടം ഒരു കൊച്ചു ചേമ്പിലത്തുണ്ടിനുള്ളിൽ മഴ പോലെ പെയ്തുവിനുള്ളൊരിഷ്ടം. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഷിക്കാഗോയിലെ അപ്പസ്തോലിക സഭകളുടെ കൂട്ടായ്മയായ ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ക്രൈസ്തവ സഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വർഷം തോറും നടത്തുന്ന ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നവംബർ 23 ഷിക്കാഗോയിലെ ഗ്ലെൻ എലൈനിൽ സംഘടിപ്പിച്ചു. 11 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ ടൂർണമെന്റിൽ ബെൻസിൽവിൻ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയമാണ് വിജയികളായത്. ഷിക്കാഗോ പോസ്റ്റൽ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെ കുടുംബ സംഗമം നടത്തപ്പെട്ടു. ഷിക്കാഗോയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്ലാന്റുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്ന നിരവധി പോസ്റ്റൽ ജീവനക്കാർ കുടുംബസമേതം സംഗമത്തിൽ പങ്കുചേർന്നു. മാനസികാരോഗ്യം സംരക്ഷിക്കാൻ റിലീഫ് കോർണർ സൗജന്യ ഓൺലൈൻ സേവനം ഉദ്ഘാടനം ചെയ്തു. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. ഒർലാൻഡോയിൽ വെച്ച് നടന്ന ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ സമ്മേളന ചടങ്ങിൽ വെച്ച് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഹു ഐ ആം ഐ എന്ന മ്യൂസിക് ആൽബം പ്രകാശനം ചെയ്തു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വാൻകൂവറിലെ ഇന്ത്യൻ സഭകളുടെ കൂട്ടായ്മയിൽ നടത്തിവരാറുള്ള കരോൾ സന്ധ്യ ഗ്ലോറിയ 2024 വാൻകൂവറിൽ ആദ്യമായി പണി കഴിപ്പിച്ച ഇന്ത്യൻ ദേവാലയമായ കാനഡയിലെ പരുമല എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിലെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 23 ശനിയാഴ്ച നോർത്ത് ഡെൽറ്റ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. നാഷണൽ ഇന്ത്യൻ നഴ്സസ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക നഴ്സസ് പ്രാക്ടീഷണേഴ്സ് വാരം ഓറഞ്ച് ബർഗിലുള്ള സിത്താർ പാലസിൽ വെച്ച് നവംബർ 9 ആഘോഷിച്ചു. ഓവർസീസ് കോൺഗ്രസ് USA വാർഷിക സമ്മേളനം കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ നടത്തി. അംഗങ്ങളും കുടുംബങ്ങളും പങ്കുചേർന്നു. ന്യൂയോർക്കിലെ മലയാളി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യവും ന്യൂയോർക്ക് കേരള സെന്റർ പ്രസിഡന്റും കൂടിയായ അലക്സ് എസ്തപ്പാൻ കാവുംപുറത്ത് പ്രസിഡന്റായി ജ്ഞാനായ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് പുതിയ നേതൃത്വം. നിലവിൽ കാനയുടെ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.